ഹലോ ഗായ്സ്, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ സിംബു വന്നതിന് ശേഷം സിംബുവിനെയും കൊണ്ട് വേറൊരു വീട്ടിലേക്ക് നിൽക്കാൻ പോണത്. നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു സിംബുവിന് ആ വീട് ഓക്കെ ആവോ, ആ വീട്ടുകാർക്ക് സിംബുവിനെ ഓക്കെ ആവോ എന്ന്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, രണ്ടുപേരും ഹാപ്പി ആയിരുന്നു കേട്ടോ. സിംബുവിന് ആകെ ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുമ്പോഴുള്ള കുലുക്കായിരുന്നു കേട്ടോ. ആൾക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കുറച്ച് സമയം കിടക്കും, പിന്നെ വീണ്ടും എണീക്കും, പിന്നെ വീണ്ടും കിടക്കും, അങ്ങനെയാണ് കേട്ടോ. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഉറക്കം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ സിംബുവിനെ കുറച്ച് സമയം താഴെ ഇറക്കിയിട്ടപ്പോൾ ആൾ ഒരു മൂലക്ക് പോയിട്ട് അനങ്ങാണ്ട് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെന്താ വെച്ചാൽ സിംബുവിന് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നവും ആൾക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ വിട്ടത് മീൻകുന്നൊരു ബീച്ചിലേക്കായിരുന്നു, ചെറിയൊരു ബീച്ച് സൈഡ്. അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയ ദിവസം പെരുന്നാളായതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നിങ്ങൾക്ക് ഇതേപോലെ ചെറിയൊരു ബീച്ചിലേക്ക് വന്ന് ചില്ല് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. മീൻകുന്ന് അടുത്തുള്ളൊരു ബീച്ചാണ് കേട്ടോ. അങ്ങനെ സിംബുവിന് കടലൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം നിലത്തിറക്കി വിട്ടു. ആൾക്ക് മുള്ളിൽ മാത്രമേ പോയി കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഫുള്ള് തൊട്ടാവാടിൻ്റെ മുള്ളാണ് കേട്ടോ, അവിടെ തന്നെ പോയി കിടക്കുകയാണ്, വേറെ ഒരു സ്ഥലത്തും സിംബുവിന് കിടക്കണ്ട. പിന്നെ അമ്മയൊക്കെ അതിനെയും തൂക്കിയെടുത്ത് കുറേ സമയം കളിപ്പിച്ച് വീണ്ടും സിംബുവിനെ നിലത്തിറക്കിയപ്പോൾ ആളുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ സമയം കളിച്ച് പിന്നെ നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയി കേട്ടോ. പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു ചായ കുടിച്ച് ഒരു മുളക് ബജിയും കുറച്ച് കോളിഫ്ലവറും കഴിച്ച് നേരെ കാറിലേക്ക് കയറി. പിന്നെ കാറിൽ നിന്ന് കുറച്ച് ലൊട്ടക്കച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യലാണ്. സിംബുവിന് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ തന്നെ ഫുഡ് കണ്ടപാട് തന്നെ സിംബു ഓടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ കൊടുത്തപ്പോൾ കഴിക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കഴിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സിംബുവിന്. പിന്നെ സിംബു നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ മൂന്നാളും കൂടി അമേഘിനെ പഞ്ഞിക്കിടുന്ന സീനാണ് കാണുന്നത്. ഞാൻ ഇത് 3Xലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കുറേ സമയം അതിനെ ശ്വാസം മുടിച്ച് കൊല്ലാനാക്കിയിട്ടാണ് വിട്ടത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സിനിമ കാണട്ടോ. ഛോട്ടാ മുംബൈ ഒന്നുകൂടി കാണാൻ പോയതാണ്. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നറിയാം, എന്നാലും തിയേറ്ററിൽ പോയി കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഛോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററിൽ പോയി കണ്ടു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യട്ടോ. തിയേറ്ററിൽ പോയി കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടോളൂ. പിന്നെ നമ്മൾ നേരെ തട്ടുകടയിൽ പോയി കപ്പയും ചിക്കനും ഒരു ലൈം ടീ ഒക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്കായിരുന്നു കേട്ടോ വിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.